ഹായ് ഹലോ എവരി വൺ. നമുക്കിന്ന് എങ്ങനെയാണ് സ്വിംഗ് ട്രേഡിൽ സ്റ്റോക്സ് പിക്ക് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് തന്നെ സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, കുറച്ച് നാളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്വിംഗ് ട്രേഡ് ഹോൾഡ് ചെയ്യുക. ഒരു ദിവസത്തിലധികമോ അല്ലെങ്കിൽ ഒരു 3 മാസം ഒരു 6 മാസത്തിലെ ലെവലിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ് സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വിംഗ് ട്രേഡിന് സ്റ്റോക്ക് എടുക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. കാരണം എന്തെങ്കിലും ഒന്ന് പണി പാളി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ക്യാപിറ്റൽ ഫുൾ അവിടെ പെട്ടു. അപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ലോങ് ടേമിന് കൺസിഡർ ചെയ്യുന്ന പോലെ ആവും. കാരണം പിന്നെ ചിലവരൊക്കെ ഉണ്ട്, ഇപ്പോൾ എത്രയോ ആഴ്ചയ്ക്കായിരിക്കും അല്ലെങ്കിൽ മാസത്തിന് വേണ്ടിയിട്ട് എടുത്ത ട്രേഡ് ലോസ് അടിച്ച് പിന്നെ അത് ബുക്ക് ചെയ്യാണ്ട് എന്താ പറയുക മാസക്കണക്കും വർഷക്കണക്കിലും വെക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് പിന്നെ ട്രേഡ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടാവില്ല, ക്യാപിറ്റൽ അവിടെ പെട്ടുപോകും. പിന്നെ ഒരുപാട് ക്യാപിറ്റലിന് ഭയങ്കര ലോസ് വരും. നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചടിച്ചടിച്ച് വലിയ ലോസിലേക്കൊക്കെ പോകും. അവസാനം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാണ്ട് നല്ലൊരു ശതമാനം ക്യാപിറ്റൽ പോയി കിടക്കണം പലരെയും നമുക്കറിയാൻ പറ്റും. അപ്പോൾ എങ്ങനെ നമുക്ക് സ്വിംഗ് ട്രേഡിൽ റിസ്ക് ഒഴിവാക്കാം എന്ന് നോക്കാം. അതിന് തന്നെ ഫസ്റ്റ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റോക്ക് പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. നല്ല സ്റ്റോക്ക് പിക്ക് ചെയ്യാൻ എന്താ ചെയ്യുന്നത്, നമുക്ക് ലോങ് ടേമിലാകുമ്പോൾ ഏകദേശം എല്ലാ കമ്പനിയും കയറി നമുക്കൊരു 90% വിശ്വാസത്തിൽ ഏതിലാണെങ്കിലും കണ്ണും മൂട്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ അല്ല പക്ഷെ സ്വിംഗ് ട്രേഡിലും ഇൻട്രാഡേക്കൊക്കെ എടുക്കുമ്പോൾ ഇൻട്രാഡേക്ക് പിന്നെ നമുക്ക് ഒരു ടൈമിംഗ് അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ ആയാൽ മതി. പക്ഷെ സ്വിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാണ്ട് എന്നാൽ വലിയതായിട്ട് തലപോയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്വിങ്ങിൽ നമ്മൾ എങ്ങനെ സ്റ്റോക്ക് പിക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ചാർട്ട് വഴി പിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചാർട്ട് എന്താ പറയുക, പലരും ഇപ്പോൾ ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് സ്വിങ്ങിനെ എന്താ പറയുക സ്റ്റോക്കിനെ പിക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തന്നെ എന്താ പറയുക, നമുക്ക് അത്യാവശ്യം ബേസിക് ആയിട്ട് ഫണ്ടമെന്റൽസ് ഒക്കെ നോക്കാം. അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് ഒന്നും നോക്കാൻ അറിഞ്ഞില്ലെങ്കിൽ പോലും ബാഡായിട്ട് ന്യൂസ് എഫക്റ്റ് ചെയ്യണ സ്റ്റോക്കോ സെക്ടറോ ആവാണ്ടിരിക്കണം. അതായത് ഇപ്പോൾ ഗവൺമെന്റ്സ് ഒക്കെ എന്തെങ്കിലും എഗെയിൻസ്റ്റ് ആയിട്ട് ആ സെക്ടറിനെ എഗെയിൻസ്റ്റോ അല്ലെങ്കിൽ സ്റ്റോക്കിനൊക്കെ കമ്പനിക്കൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് എടുക്കുന്ന ആക്ഷൻസ്, അപ്പോൾ അങ്ങനൊന്നും ഇല്ലാണ്ടിരിക്കുക. കാരണം നമ്മൾ എടുത്തിട്ടായിരിക്കും പെട്ടെന്നൊരു ബാഡ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റോക്ക് ഇടിഞ്ഞ് താഴെ പോകാനുള്ള ചാൻസ് നല്ലപോലെ ഉണ്ട്. കാരണം പിന്നീട് അത് തിരിച്ച് കയറുമായിരിക്കും. പക്ഷേ ഒരു ഷോർട്ട് ടേം എന്ന ഒരു കൺസെപ്റ്റിന് നമ്മളത് എടുക്കുന്ന സമയത്ത് അത് എന്താ പറയുക നമുക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ബാഡായിട്ട്. അപ്പം ഇങ്ങനെയുള്ള കുറേ ഫാക്ടർ ചെക്ക് ചെയ്യാനുണ്ട്. നമ്മൾ അത്യാവശ്യം ഒരു ന്യൂസൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ബിസിനസ് ന്യൂസൊക്കെ ശ്രദ്ധിക്കുക, പെർഫോമൻസ് എങ്ങനെ നോക്കുക, ചാർട്ട് നോക്കുക, ഏത് സോണിലാണ് ചാർട്ട് നിൽക്കുന്നത് നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോഫിറ്റ് എത്രയാണ് നോക്കുക. നമ്മളിപ്പോൾ എന്താ പറയുക ഒരു 10%ആണെങ്കിൽ ഏകദേശം ഒരുവിധം എല്ലാ സ്റ്റോക്കും നമുക്ക് എടുക്കാൻ പറ്റും. മേ ബി ഒരു 1 മന്തിനുള്ളെങ്കിലും എങ്ങനെയെങ്കിലും പിടിക്കാൻ കിട്ടും. പക്ഷേ അതും കറക്റ്റ് ആവണം. അപ്പോൾ നമ്മുടെ ഒരു വ്യൂ കറക്റ്റ് ആവണം, നമ്മൾ എടുക്കുന്ന സ്ഥലവും കറക്റ്റ് ആവണം. അപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് എല്ലാവരും ബ്രേക്ക് ഔട്ടിലായിരിക്കും പോവുക. ഇപ്പോൾ ഇതിൽ കണ്ടില്ല, ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചു, ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ ഏകദേശം ഈ ഒരു സോണിലാണ് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തത്. ഓക്കെ, ഇവിടെയൊക്കെ വരുമായിരിക്കും. ഈ ഒരു സോണിൻ്റെ ഉള്ളിൽ നിന്നൊക്കെയാണ് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് ഇപ്പോൾ ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് വന്നു, കണ്ടില്ലേ, ഇതൊരു സോണാണ്. ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് വന്നു, പിന്നെ ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് വന്നു. ബ്രേക്ക് ഔട്ട് വെച്ചാൽ നമുക്കറിയാം അല്ലേ, പ്രീവിയസ് സോണിൽ നിന്ന് സ്റ്റോക്ക് ഒന്ന് താഴെ പോയിട്ട് പിന്നെ തിരിച്ചു കയറുന്ന നേരത്ത് അതൊരു റെസിസ്റ്റൻസ് ആണ്, റൈറ്റ്? ആ പ്രീവിയസ് റെസിസ്റ്റൻസിനെ വീണ്ടും അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു പ്രീവിയസ് ഒരു ഹൈനെ അല്ലെങ്കിൽ നേരത്തെ ഹൈനെ അല്ലെങ്കിൽ ഒരു നേരത്തെ റെസിസ്റ്റൻസിനെ എന്താ പറയുക പൊട്ടിച്ച് സ്റ്റോക്ക് പോകണേ നമ്മൾ ബ്രേക്ക് ഔട്ട് എന്ന് പറയാം. ഈ ബ്രേക്ക് ഔട്ട് സംഭവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ബ്രേക്ക് ഔട്ട് ട്രേഡിൽ എല്ലാവരും എന്താ പറയുക ഏകദേശം എല്ലാവരും നല്ലൊരു പെർസെൻറ്റേജ് ലോസിലാണ്. കാരണം ബ്രേക്ക് ഔട്ട് ട്രേഡിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആരും ഒന്നും നോക്കില്ല, എന്തെങ്കിലും ഒരു ബൈ കിട്ടും, എവിടെന്നെങ്കിലും ഒരു കോൾ കിട്ടും, അതെടുക്കും. അല്ലെങ്കിൽ എന്താ പറയുക വെറുതെ എന്തെങ്കിലും നോക്കാണ്ട് വെറുതെ എടുക്കും. പക്ഷേ ബ്രേക്ക് ഔട്ട് ട്രേഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബ്രേക്ക് ഔട്ട് ട്രേഡ്, നിങ്ങളൊരു നന്നായിട്ട് ചെയ്യുന്ന ഒരു ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം, ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുക്കാം. പക്ഷേ നിങ്ങളിപ്പോൾ എന്താ പറയുക വേറൊരു വ്യക്തി പറഞ്ഞിട്ട് എടുക്കുകയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായി കയറുന്ന സ്റ്റോക്കാണ് വേണ്ട എടുത്താൽ ഭയങ്കരമായിട്ട് പ്രശ്നം കിട്ടും. കാരണം കയറി പോയത് എപ്പോഴും തിരിച്ചിറങ്ങും. അപ്പോൾ നമ്മൾ അറിയില്ല അത്. നമ്മൾ ചിലപ്പോൾ ഈ ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് പിന്നെ ഇവിടം വരെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റ് ചെയ്യും, പിന്നെ ഈ സ്റ്റോക്ക് കയറിപ്പോവും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് നോളജ് വേണം. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാനുള്ളൂ, ബ്രേക്ക് ഔട്ട് ട്രേഡ് അറ്റൻഡ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. പക്ഷേ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാക്കിയെടുക്കാൻ നമുക്കത് പറ്റില്ല. അപ്പോൾ ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുക്കുന്നവർക്ക് ഭയങ്കര ശ്രദ്ധിക്കുക. മാർക്കറ്റ് ഒന്ന് വീക്ക് ആവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇത് കണ്ടില്ലേ,
ഈ ഒരു സോണിനെയാണ് അല്ലെങ്കിൽ ഈ 2 സോണിനെയാണ് എടുക്കാൻ നോക്കുന്നത്. ഈ ഒരു സോണിൽ നിന്ന് ഇവിടെ ഹിറ്റായി പറ്റിയില്ല, ഇവിടെ നിന്ന് ഹിറ്റായി പറ്റിയില്ല, പിന്നെ ഇവിടെ നിന്നാണ് കയറിപ്പോയത്. നിങ്ങൾ ചിലപ്പോൾ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് പറ്റുമ്പോൾ ഇവിടെ നിന്ന് കയറി നിങ്ങൾക്ക് ലോസ് അടിച്ചില്ലേ, ഇവിടെ വന്നു, പിന്നെ തിരിച്ച് കയറി നിങ്ങൾ ഇതിപ്പോൾ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ വിചാരിച്ചു, ഇവിടെ നിന്ന് തിരിച്ചു വന്നു. ഇത് തിരിച്ച് വീണ്ടും ഇപ്പോൾ കയറാനുള്ള പല റീസണിൽ എന്താ പറയുക, അതുകൊണ്ടായ പല റീസൺ കൊണ്ടാണ് സ്റ്റോക്ക് ഇപ്പോൾ കയറിപ്പോയത്. അപ്പോൾ ഇങ്ങനെ കയറിപ്പോകുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടി, നമ്മളിപ്പോൾ നമുക്കൊന്നും അറിയില്ലെങ്കിൽ ഇതിപ്പോൾ ഈ പതിവ് പോലെ ഇവിടെ നിന്ന് സ്റ്റോക്ക് വീണ്ടും താഴെ പോയാൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കോൾ എന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ ഫിക്സ് ചെയ്ത് തന്നിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് നമ്മുടെ മണി എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ വലിയ ലോസിക്കുക. ഇവിടെ നിന്ന് എടുത്തിട്ട് ആൾ ഇവിടം വരെ പോയി കഴിഞ്ഞാൽ വലിയൊരു ലോസാണത്. അപ്പോൾ അങ്ങനൊന്നും നോക്കാതിരിക്കുക, നിങ്ങളുടേതായിട്ടൊരു ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ ചാർട്ട് നോക്കാൻ തീരെ അറിയില്ലെങ്കിൽ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്താൽ മതി. ഡെയിലി എന്താ പറയുക, ഒരു 10 ഏതെങ്കിലും സ്റ്റോക്കിൻ്റെ 10 ചാർട്ട് നോക്കുക, അല്ലെങ്കിൽ ഒരു 10-20 ചാർട്ട് ഡെയിലി നോക്കുക. അല്ലെങ്കിൽ വെറുതെ എന്താ ചെയ്യുക, നിഫ്റ്റിൻ്റെയും അതുപോലെ തന്നെ സെൻസെക്സ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡെക്സുകളുടെയും പിന്നെ എന്താ പറയുക നമ്മുടെ സ്മോൾ ക്യാപ്പ്, ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ഇതിൻ്റെയൊക്കെ ഇൻഡെക്സ് നോക്കുക. ഇങ്ങനെ നോക്കിയാലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിഫ്റ്റി 50 തന്നെ കുറച്ച് നോക്കിക്കൊണ്ടിരുന്നാൽ മതി ഒരു ദിവസം. എല്ലാ ദിവസവും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മെല്ലെ മെല്ലെയാണ് നമ്മുടെ എന്താ പറയുക ഒരു ഇൻക്രീസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ശ്രമിക്കുക. പിന്നെ അടുത്തത് പറയാനുള്ളത്, ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിൽ ഏറ്റവും നല്ല ട്രേഡ് എന്ന് പറഞ്ഞാൽ സ്വിംഗ് ട്രേഡ് നമ്മൾ ഇവിടെ നിന്ന് കയറിയിട്ടുണ്ടാവും, പ്രൊഫഷണലേഴ്സ് അവിടെ നിന്ന് കയറുക, അവർ ഇവിടെ നിന്ന് കയറിയിട്ട് ഇവിടെ എക്സിറ്റ് ചെയ്യും. ഇവിടെ നിന്ന് നമ്മൾ ബ്രേക്ക് ഔട്ടാണ് വേണ്ടിയിട്ട് ചാടിക്കയറി റീറ്റെയിലേഴ്സ് ഇവിടെ കയറും. അവർ ഇവിടെ നിന്ന് വാങ്ങിയിട്ടായിരിക്കും അവർ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുക. അവർക്ക് ഇവിടെ നിന്ന് ഇത്ര % പ്രോഫിറ്റ് കിട്ടി, നമ്മളവിടെ നിന്ന് ഇത്ര ഇറക്കും. അപ്പോൾ നമ്മൾ ലോസും അവർ പ്രോഫിറ്റിലും ആയിരിക്കും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടി, അവരിൻ്റെ കൂടെ കയറാൻ ശ്രമിക്കുക. പക്ഷേ നോക്കുമ്പോൾ ഇവിടെ നിന്നും പോകാൻ ചാൻസ് ഉണ്ട്, ഇവിടെ നിന്ന് കയറണമെന്നില്ല, ഇവിടെ നിന്ന് താഴെ പോയി കഴിഞ്ഞാൽ പോകാനുള്ളതേ ഉള്ളൂ. പക്ഷെ പല ഫാക്ടർ നോക്കുമ്പോൾ നമുക്കും എന്താ പറയുക പഠിച്ചു കഴിഞ്ഞാൽ, അതാ പറഞ്ഞു ചാർട്ടിനെ ഒന്ന് റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കും എന്താ പറയുക പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് ചാർട്ട് റീഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഇനിയും വേണമെങ്കിൽ നമുക്ക് ഇനിയും ചെയ്യാവുന്നതാണ്. പിന്നെ അങ്ങനെയൊക്കെയാണ് ചാർട്ടിൽ വരും. നമ്മളിപ്പോൾ നമ്മുടേതായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് റിജക്ട് ചെയ്ത് നമുക്ക് ഒരു ഇതുമില്ല. അപ്പോൾ ഇവിടെ നിന്ന് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പതിവ് പോലെ ലോസിക്ക് വരും. അപ്പോൾ അതേ സമയം നമുക്ക് ഇവിടെ നിന്നൊക്കെ കയറാൻ ഒരു എന്താ പറയുക പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ വീണ്ടും ലോസിൽ പോകും, ഹൈ ലോസ് ആവും. ഇവിടെ നിന്നൊക്കെ പോകുമ്പോൾ പിന്നെയും ഹൈ ലോസ് ആവും. അപ്പം എല്ലാം ലോസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. സ്റ്റോക്ക് പിക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ചാർട്ടും കൂടി മനസ്സിലാക്കി, നിങ്ങൾ ചാർട്ട് അറിയില്ലെങ്കിൽ ചാർട്ട് പഠിക്കുക. ചാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ഷോർട്ട് ടേമിലേക്കാണെങ്കിലും എന്താണെങ്കിലും. ലോങ് ടേമിക്കല്ല, ഷോർട്ട് ടേമിക്കാണുള്ള കാര്യം ഞാൻ പറയണത്. അപ്പോൾ ചാർട്ട് നോക്കുക, ചാർട്ട് നോക്കി പഠിക്കാൻ ശ്രമിക്കുക. എന്നാലാണ് നമുക്ക് ഷോർട്ട് ടേമിലേക്ക് സ്വിംഗ് ട്രേഡിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ അത്യാവശ്യം ന്യൂസും കുറച്ചൊക്കെ നോക്കുക. ഇങ്ങനെയാണ് സ്റ്റോക്ക് പിക്ക് ചെയ്യേണ്ടത്. അത്യാവശ്യം ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സ്റ്റോക്കിനെ പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കണ്ടില്ല ബ്രേക്ക് ഔട്ടിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രേക്ക് ഔട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ നല്ലോണം അത് ഓരോ സ്റ്റോക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ കയറിപ്പോകാനും ചാൻസ് ഉണ്ട്. അതുപോലെ ചില സമയത്ത് കുറച്ച് ഒരു പ്രോഫിറ്റ് ഉണ്ട്. അവിടെ സസ്റ്റെയിൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്തില്ലെങ്കിൽ പിന്നെ താഴെ തിരിച്ചു വരും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മളിതൊക്കെ നോക്കിയിട്ടേ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അല്ലെ നമുക്ക് ബ്രേക്ക് ഔട്ടിനെ കുറിച്ചൊക്കെ വേറൊരു വീഡിയോ ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട്, എങ്ങനെ ബ്രേക്ക് ഔട്ട് ട്രേഡിൽ കയറണം, അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ട്രേഡ് എപ്പോൾ ഇറങ്ങണം. നമ്മൾ കയറിയാൽ മാത്രം പോരാ, കൃത്യസമയത്ത് ഇറങ്ങണം, അല്ലെങ്കിൽ നമുക്ക് നല്ല ലോസ് വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.